ഹലോ, അസ്സലാമലൈക്കും. റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയും കൊണ്ടാണ്. ദമ്മ് ബിരിയാണിയാണ്, മട്ടൻ ദമ്മ് ബിരിയാണി. ഞാൻ കുറേ ബിരിയാണികൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരൊക്കെ പോയിട്ടൊന്ന് കയറി കണ്ടു നോക്കാം. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം, സപ്പോർട്ട് തരണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ അതിന് വേണ്ടി നമ്മൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റിൽ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും 1.5 ടീസ്പൂണ് നമ്മൾ നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/4 കപ്പ് പെരുംജീരകമാണ്. അത് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഒരു 6 ഉള്ളി, വലിയ ഉള്ളി ഇതേപോലെ കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ഉള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് വാട്ടിയെടുക്കുക. അധികം നമ്മൾക്ക് കളറ് മാറുന്ന രൂപത്തിൽ വാട്ടയൊന്നും വേണ്ട, എന്നാലും ഒരു ചെറിയൊരു കളറ് മാറുന്ന രൂപത്തിൽ അതിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്ന രൂപത്തിൽ വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ്. അതിന് വേണ്ടി ഞാൻ ഒരു ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് ഇത് 3ഉം കൂടി പേസ്റ്റാക്കിയതാണ്. അതിന് ഞാൻ 8 പച്ചമുളകും അതേപോലെ തന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതലാണെങ്കിൽ കുറക്കാം, പിന്നെ എരിവ് ഇല്ലെങ്കിൽ അതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കാം. അതും ചേർത്ത് കൊടുത്ത് അതേപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് നമുക്ക് മിക്സാക്കിയിട്ട് വാട്ടിയിട്ട് എടുക്കണം. നമ്മൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ പച്ച ചുവ മാറുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വാട്ടിയിട്ടെടുക്കാം. എല്ലാം തന്നെ നല്ലതുപോലെ വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 5 തക്കാളിയാണ്. കുറച്ച് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 5 എടുത്തത്. ഒരു 5 തക്കാളിയും ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ തക്കാളിയും ഉള്ളിയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ടൊക്കെ വരണം. അതിനുശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം പിന്നെ ഞാൻ അതിലേക്ക് നമ്മളെ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടി 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 2 ടീസ്പൂണ് നമ്മളെ മല്ലിപ്പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. എല്ലാ നമ്മൾ ചേർത്ത് കൊടുത്തതിൻ്റെ എല്ലാ മസാലയും അതേപോലെ മറ്റെല്ലാത്തിൻ്റെയും പച്ച ചുവ മാറി നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സായിട്ടൊക്കെ വരണം. വന്നതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചത് 1 കിലോ മട്ടനാണ്. അത് ഒരു ഇടത്തരം കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി ഇതേപോലെ ഒരു അരിപ്പയിലിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയില്ല തൈരായത് കൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പുളി ഇല്ലെങ്കിൽ ഒരു 1/4 കപ്പെങ്കിലും ചേർത്ത് കൊടുക്കാൻ നോക്കാം. അതേപോലെ തന്നെ അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ടൊക്കെ എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കുക്കറടച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ബീഫ് പോലെ അത്ര ഒന്നും വിസിൽ പോകേണ്ട ആവശ്യമില്ല. ഒരു 3ഓ 4ഓ നിങ്ങളെ കുക്കറിന് എങ്ങനെയാണോ വേവ് അതനുസരിച്ചിട്ട് നോക്കിയിട്ട് നമുക്കെടുക്കാം. നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുക്കറടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചോറുണ്ടാക്കാം. അതിന് വേണ്ടി വേറൊരു അടുപ്പത്തേക്ക് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണ് നമ്മൾ വെളിച്ചെണ്ണയും അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് നമ്മൾ പശു നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 6 ഏലക്കായ അതേപോലെ തന്നെ 3 ഗ്രാമ്പ്, ഒരു കഷ്ണം പട്ട ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കുക. നെയ്യിൽ കടന്ന് നല്ലതുപോലെ തന്നെ മൂത്ത് വരണം. അതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉള്ളിയാണ്, ഒരു ചെറിയ ഉള്ളി, അത്ര വലുതൊന്നുമല്ല, ഒരു ഇടത്തരമുള്ള ഒരു ഉള്ളി എടുത്ത് പൊടിയായി അരിഞ്ഞത് അത് ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ആ ഉള്ളിയും മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം വീണ്ടും അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് നമ്മളെ ക്രീം പീസാണ്.
നമ്മൾ ക്രീം പീസ് ചേർത്ത് കൊടുത്താൽ മട്ടൻ ബിരിയാണിക്കൊക്കെ ബീഫ് ബിരിയാണിക്കൊക്കെ ഇങ്ങനെ ക്രീം പീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കുമ്പോൾ അതിങ്ങനെ ഇടയിൽ കടിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഞാൻ 5 കപ്പ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് അതിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരു 10 മിനിറ്റോളം വറുത്തതിന് ശേഷം ഞാനൊരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നില്ല കണക്കിന് 1/2 കപ്പ് അരി 5 കപ്പ് അരിക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചോറിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഗ്യാസൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഈ ചോറൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി. നമ്മൾ ചോറൊക്കെ നല്ലതുപോലെ തന്നെ വീണ്ടും ഞാൻ രണ്ടാമതും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി ചോറൊക്കെ ഒന്നിനൊട്ടാതെ രൂപത്തിൽ നല്ലതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾക്ക് മട്ടൻ മസാലേൻ്റെ കറി നമ്മൾ വെന്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വെള്ളമൊക്കെ നമ്മൾ തീരെ വെള്ളം ചേർത്തിട്ടില്ല, എന്നാലും ഇറച്ചിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയത് കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂണ് തന്നെ നമ്മളെ കുരുമുളക് പൊടി, അതേപോലെ കുറച്ച് മല്ലിയില, പുതിന ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മളെ ചോറൊക്കെ വെന്ത് എല്ലാം ഞാൻ സെറ്റായിട്ടുണ്ട്, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾക്കിനി ദമ്മിടാം. ഞാൻ ചോറ് വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദമ്മിടുന്നത്. ചോറൊക്കെ കംപ്ലീറ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മസാലയിൽ നിൻ്റെ പകുതി മസാല നമുക്ക് ആദ്യം തന്നെ അടിയിലിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചോറിൻ്റെ പകുതി ചോറും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും അതേപോലെ തന്നെ ഞാൻ റോസ് വാട്ടറിൽ കുറച്ച് കളർ എടുത്തിട്ടുണ്ട്. ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം മല്ലി, പുതിന, അതേപോലെ ഫ്രൈ ചെയ്ത ഉള്ളി, കാഷ്നട്ട്, മുന്തിരി ഇതൊക്കെ എല്ലാം ചേർത്ത് കൊടുത്തതിന് വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ പകുതി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കി വന്ന മസാല കംപ്ലീറ്റ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾക്ക് ബാക്കി വന്ന ചോറും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും അതേപോലെ തന്നെ കളറും റോസ് വാട്ടർ എന്ന കളറും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലി, പുതിന, അതേപോലെ തന്നെ ഫ്രൈ ചെയ്ത ഉള്ളി, കാഷ്നട്ടും മുന്തിരി എല്ലാം നമ്മൾ ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾക്ക് മുകളിലേക്കായിട്ട് അതൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ദമ്മാക്കിയിട്ട് എടുക്കണം. നല്ലതുപോലെ ആക്കി നമുക്ക് അടച്ച് വെച്ച് ഞാനൊരു 30 മിനിറ്റാണ് ഇത് ദമ്മാക്കിയിട്ട് എടുത്തത്. നല്ലതുപോലെ തന്നെ ഒരു പഴയ ഫ്രൈ പാനോ എന്തെങ്കിലും അടിയിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ദമ്മാക്കിയിട്ട് എടുക്കാൻ. ആദ്യം ഒരു 5-10 മിനിറ്റ് ഒരു വലിയ തീയിൽ വെക്കുക. പിന്നെ അത് കുറച്ചിട്ട് ഒരു 30 മിനിറ്റോളം വെക്കാം. ഞാൻ നേരത്തെ തന്നെ നമ്മളെ ബിരിയാണിയൊക്കെ ദമ്മാക്കിയിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. പലതരത്തിലും നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അതിലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാം. ഇനിയും ഞാൻ ഇതേപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ വീഡിയോക്കെല്ലാം നിങ്ങൾ സപ്പോർട്ട് തരണം. എന്നാൽ ശരി, വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും. താങ്ക് യു.